ഇവിടെ സ്ഥലമൊന്നുമില്ല. വേറെ വല്ലോടും പോയി അന്വേഷിക്കൂ. പാതിരായ്ക്ക് ഓരോന്ന് കേറി വരും. ഇവിടെയും ഒന്ന് അന്വേഷിക്കാം. സോറി കേട്ടോ, ഒരൊറ്റ മുറിയും ബാക്കിയില്ല. ഇവിടെ ഫുൾ ബുക്കിംഗ് ആണ്. നിങ്ങൾ ആ അടുത്ത ജംഗ്ഷനിലുള്ള സത്രത്തിൽ പോയി നോക്കൂ, ചിലപ്പോൾ അവിടെ കിട്ടും. മറിയം, എല്ലാ വാതിലുകളും നമുക്ക് മുമ്പിൽ അടഞ്ഞു. പക്ഷേ എൻ്റെ ഹൃദയം മന്ത്രിക്കുന്നു. ഇന്ന് രാത്രി സ്വർഗം തന്നെ തുറക്കും. നിന്റെ ഗർഭത്തിലെ ഈ കുഞ്ഞ് നമുക്ക് മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടിയാണ്. ഇവിടെയും ഒന്ന് അന്വേഷിക്കാം. അയ്യോ, ക്ഷമിക്കണം. നിങ്ങളുടെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. ഈ സത്രത്തിൽ തീരെ സ്ഥലമില്ല. ആ കാണുന്ന തൊഴുത്തിൽ വേണമെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് തങ്ങാം. യോസഫേ, ഭയപ്പെടേണ്ട. രാജകൊട്ടാരമോ പുരോഹിതനോ പട്ടുവസ്ത്രങ്ങളോ ഇല്ല. പക്ഷേ സൃഷ്ടാവ് തൻ്റെ തൊട്ടിലായി പുൽത്തൊട്ടിയെ തന്നെയായിരിക്കും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആകാശം വിരിച്ച ദൈവം ഇന്നൊരു കുഞ്ഞായി അതിന് കീഴെ വസിക്കുന്നു. നിത്യതയുടെ കുഞ്ഞെ, രാജാക്കന്മാർ സ്വർണ്ണകിരീടം ധരിക്കുന്നു. നീയോ സ്വർഗത്തിൻ്റെ കരുണയുടെ കിരീടം. സാമ്രാജ്യങ്ങൾ ഉയരുകയും വീഴുകയും ചെയ്യുന്നു. പക്ഷേ ഈ ചെറിയ കൈകളിൽ ലോകത്തിൻ്റെ ക്രമവും നിലനിൽപ്പും ഒളിഞ്ഞിരിക്കുന്നു. എടാ ലാസറേ, ഇങ്ങോട്ട് വാടാ. നമുക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോകാം. നോക്കൂ, എന്തൊരു കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചമാ. അയ്യേ, നിനക്കെന്താ വട്ട? ഇവിടെ നാഴികയ്ക്ക് 40 വട്ടം കൊച്ചുങ്ങൾ ജനിക്കുന്നു. അല്ല, നിന്റെ ബന്ധുക്കളൊന്നുമല്ലല്ലോ പ്രസവിക്കുന്നത്. എടാ, ഏതോ ഒരു ദിവ്യശക്തി എന്നെ അങ്ങോട്ട് വലിക്കുന്നത് പോലെ. മാലാഖമാർ പറഞ്ഞ രക്ഷകനെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഈ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയിൽ കൂടെ നടക്കാൻ തന്നെ പെടാ പാടാ. ഷെടാ ആടേ, ഒന്ന് മാറി നിൽക്ക്. നമ്മൾ പോയാൽ നമ്മുടെ ആട്ടിൻ പറ്റത്തെ ആര് കാക്കും? അവരെയൊക്കെ ദൈവം നോക്കിക്കോളും. നീ എൻ്റെ കൂടെ വാടാ. നമ്മൾ ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ആകാശത്ത് ദൂതന്മാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ഞങ്ങൾ പാവപ്പെട്ട ഇടയന്മാർ, നിനക്ക് കാഴ്ചവെക്കാൻ ഒന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ ആദരവും പാട്ടും നിനക്കുള്ളതാണ്. ഞങ്ങൾ പാവങ്ങൾ, പക്ഷേ ഇന്ന് സമ്പന്നർ. ദൈവത്തെ നേരിൽ കാണുന്നതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണ്? ഞങ്ങളുടെ ഉള്ളിലെ ഇല്ലായ്മ നിന്റെ ദർശനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. I searched palaces, but the star led me here to a manger. Here lies the king, clothed not in silk, but in light. Take this gold, but know, O child, you are a treasure greater than gold itself. ഞാൻ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവന്നു, രാജാക്കന്മാർക്ക് യോഗ്യമായ സമ്മാനം. പക്ഷേ എൻ്റെ മനസ്സിനുള്ളിൽ സുഗന്ധം പരത്തുന്നത് നിന്റെ സാന്നിധ്യമാണ്.
ഭൂമിയിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ ഇന്നു മുതൽ നിന്റെ ജീവിതത്തോടൊപ്പം സ്വർഗത്തിൽ സുഗന്ധം പരത്തും. ഞാൻ മരണം സൂചിപ്പിക്കുന്ന മീറ കൊണ്ടുവന്നു. രാജാക്കന്മാർക്കും പ്രവാചകന്മാർക്കും ഒരുക്കപ്പെടുന്ന മരുന്ന്. എങ്കിലും നീ മരണം കൊടുക്കുന്നില്ല, ജീവിതം തന്നെയാണ് കൊടുക്കുന്നത്. നീ ലോകത്തിൻ്റെ ഇരുട്ടിനെ വെളിച്ചമായി മാറ്റുന്ന ദൈവത്തിൻ്റെ മകൻ. അബ്രാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, എൻ്റെ കൈകളിൽ നിന്റെ വാഗ്ദാനം പൂർത്തിയായിരിക്കുന്നു. വചനം മാംസമായി നമ്മോടൊപ്പം വസിക്കുന്നു. നോക്കൂ, മിണ്ടാപ്രാണികൾക്ക് പോലും ഇടമുണ്ട്, പക്ഷേ മനുഷ്യൻ്റെ സത്രത്തിൽ ദൈവപുത്രന് ഇടമില്ല. ഈ പുൽത്തൊട്ടിയിലെ ജനനം യാദൃശ്ചികമല്ല, അത് ദൈവത്തിൻ്റെ ബോധപൂർവമായ ഒരു വെളിപ്പെടുത്തലാണ്. ലോകം മഹത്വം തേടുന്ന കൊട്ടാരങ്ങളിലും സമ്പത്തിലും ശക്തിയിലുമാണ്. എന്നാൽ ഒരു പുൽത്തൊട്ടിയിലെ ജനനം അഹങ്കാരം അവസാനിക്കുന്നിടത്ത് സത്യം ആരംഭിക്കുന്നുവെന്ന പ്രഖ്യാപനമാണ്. സാമൂഹിക ശ്രേണിയിലും സ്വത്തിലുമുള്ള മനുഷ്യൻ്റെ അഭിനിവേശത്തിനെതിരായ ഒരു പ്രപഞ്ച പ്രതിഷേധമാണിത്. ദൈവികത ലോകത്തിന് പുറത്തല്ല, ലളിതമായ ഭൗതിക യാഥാർത്ഥ്യത്തിനുള്ളിലാണ്. സ്നേഹം സ്പർശിക്കുമ്പോൾ ദ്രവ്യം തന്നെ പവിത്രമാകുന്നു. എല്ലാ ദരിദ്ര കുടിലുകളും, കഷ്ടപ്പെടുന്ന ഓരോ ഹൃദയവും, സൃഷ്ടിയുടെ അവഗണിക്കപ്പെട്ട ഓരോ കോണും ഒരു ബെത്ലഹേമാണ്. ഞാൻ മരണം സൂചിപ്പിക്കുന്ന മീറ കൊണ്ടുവന്നു. എങ്കിലും ഈ ശിശു തന്നെയാണ് ജീവന്റെ ഉറവിടം. മരപ്പുര മരക്കുരിശിനെ സൂചിപ്പിക്കുന്നു. പുൽത്തൊട്ടിയും കുരിശും ഒരേ തൊത്തഞ്ചിന്തയുടെ രണ്ട് അറ്റങ്ങൾ. വീണ്ടെടുപ്പ് ആരംഭിക്കുന്നത് ത്യാഗത്തോടെയാണ്. നോക്കൂ, ഈ പുൽത്തൊട്ടി, ഇവിടെ സ്വർഗം ഭൂമിയെ സ്പർശിക്കുന്നു. പുൽമത്തയിൽ സ്വർഗം ഉയർന്നിരിക്കുന്നു. ഈ ചെറിയ തൊട്ടിൽ ദൈവവും മനുഷ്യനും ആദ്യമായി തമ്മിൽ ചേർന്ന മഹാസംഗമസ്ഥാനമാണ്. അവൻ ദൈവത്തെയും മനുഷ്യനെയും മൃഗത്തെയും പവിത്രത്തെയും അശുദ്ധത്തെയും വേർതിരിക്കുന്ന അതിരുകളെല്ലാം ഇല്ലാതാക്കുന്നു. എവിടെ ദാരിദ്ര്യവും വേദനയുമുണ്ടോ അവിടെ ബെത്ലഹേമുണ്ട്. മനുഷ്യക്കൈകളാൽ നിർമ്മിച്ച ക്ഷേത്രങ്ങളിലല്ല, മറിച്ച് എളിയവരുടെയും സാധാരണക്കാരുടെയും ഇടയിലാണ് ദൈവം വസിക്കുന്നത്. ഇതൊരു ക്ഷണമാണ്. നിങ്ങൾ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മണിമാളികളിൽ നിന്ന് ഇറങ്ങി വരിക, കയറുകയല്ല. സ്വർഗത്തിലേക്കുള്ള പാത എല്ലായ്പ്പോഴും പുൽത്തൊട്ടിയിലൂടെ കടന്നു പോകുന്നു. വിനയം, ലാളിത്യം, സ്നേഹം വഴിയായി. ഒരു ദിവ്യവിത്ത് മുളച്ചു, വളർന്നു. സ്നേഹത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വെളിച്ചമായി. അവൻ വളർന്നു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവകൃപയിലും. യോർദാനിൽ മാമോദിസ സ്വീകരിച്ചു. ആകാശം പിളർന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന ശബ്ദം മുഴങ്ങി. മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ചു. പിശാചിനെ തോൽപ്പിച്ചു. ദൈവവചനത്താൽ ജയിച്ചു. ഗലീലി കടൽ തീരത്ത് നടന്നു. എന്നെ അനുഗമിക്കുവിൻ എന്ന് വിളിച്ചു. പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും വലകൾ ഉപേക്ഷിച്ച് അവനെ പിന്തുടർന്നു. അവൻ കടലിൽ നടന്നു. കൊടുങ്കാറ്റിന് ശാസിച്ചു. 5000 പേർക്ക് 5 അപ്പവും 2 മീനും കൊണ്ട് അത്ഭുതം കാണിച്ചു. അന്ധർ കണ്ടു, മുടന്തർ നടന്നു, ബധിരർ കേട്ടു, ഭ്രാന്തർ സുഖം പ്രാപിച്ചു. നൈനാവിധവയുടെ മകനെയും ലാസറിനെയും മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടും ജീവിപ്പിച്ചെഴുന്നേൽപ്പിച്ചു. അവൻ രോഗികളെ സൗഖ്യമാക്കുക മാത്രമല്ല ചെയ്തത്, നമ്മുടെ ജീവിതം
എങ്ങനെ നയിക്കണമെന്ന് അവൻ പഠിപ്പിച്ചു. അവൻ മലഞ്ചെരിവിലിരുന്ന് ലോകത്തിന് പുതിയ നിയമം നൽകി. നമ്മുടെ കയ്യിലുള്ളത് ചെറിയ അപ്പക്കഷ്ണങ്ങളാണെങ്കിൽ പോലും സ്നേഹത്തോടെ അത് പങ്കുവെക്കുമ്പോൾ അത്ഭുതം സംഭവിക്കുമെന്ന് അവൻ തെളിയിച്ചു. നമുക്ക് ലഭിച്ച നന്മയായ താലന്തിനെ കുഴിച്ചു മൂടാനല്ല, വിനയത്തോടെ അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിച്ച് വർദ്ധിപ്പിക്കാനാണ് അവൻ നമ്മെ പഠിപ്പിച്ചത്. പള്ളിയിൽ പോകുന്നവരെയല്ല, മുഖം തിരിച്ചു കടന്നുപോയ പുരോഹിതനെയും ലേവിനെയും പോലെ വഴിയരികിൽ മുറിവേറ്റവരെ സഹായിച്ച ശമരിയക്കാരനെയാണ് യഥാർത്ഥ അയൽക്കാരനായി അവൻ പ്രഖ്യാപിച്ചത്. കാരണം സ്വർഗസ്ഥനായ പിതാവിന് നിരുപാധികമായ സ്നേഹമാണ്. എത്രയകന്നുപോയാലും പശ്ചാത്തപിച്ച് മടങ്ങിയെത്തുന്ന മുടിയനായ പുത്രനെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്ന സ്നേഹം. വഴിയരികിൽ അവൻ കുട്ടികളെ മടിയിലിരുത്തി ചിരിപ്പിച്ചു. അവരുടെ തലയിൽ കൈവച്ച് ആശീർവദിച്ചു. ഇത്തരം കുഞ്ഞുങ്ങളുടെ രാജ്യമാണ് സ്വർഗരാജ്യം എന്ന് പ്രഖ്യാപിച്ചു. അവൻ ശമരിയ സ്ത്രീയോട് കിണറ്റിൻ അരികിലിരുന്ന് സംസാരിച്ചു. അവളുടെ ജീവിതം മുഴുവൻ അറിഞ്ഞിട്ട് അവൾ തള്ളിക്കളഞ്ഞില്ല, സ്വീകരിച്ചു, ഉയർത്തി, ജീവജലം നൽകി. അവൻ കൊടുങ്കാറ്റിനെ ശാസിച്ചപ്പോൾ കറുത്ത മേഘങ്ങൾ പിളർന്ന് സ്വർഗത്തിൻ്റെ വെളിച്ചം പൊഴിഞ്ഞു. അവൻ വിനയത്തിൻ്റെ രാജാവായി കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറൂസലേമിലേക്ക് വന്നു. ജനങ്ങൾ ഓശാന വിളിച്ചു, ഈന്തപ്പന ഓലകൾ വീശി. അവസാന അത്താഴത്തിൽ ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം എന്ന് പറഞ്ഞ് പുതിയ നിയമം സ്ഥാപിച്ചു. അങ്ങനെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശം നമുക്ക് നൽകി അവൻ സ്വർഗാരോഹണം ചെയ്തു. എന്നാൽ അവൻ വിട്ടുപോയത് ഒരു ശൂന്യതയല്ല, ഒരു വെളിച്ചമാണ്. ഈ ക്രിസ്മസിൽ ആ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ തെളിയട്ടെ, നമ്മുടെ വാക്കുകളിൽ വിരിയട്ടെ. സുഹൃത്തുക്കളെ, ഇതാ കാലത്തെ അതിജീവിക്കുന്ന ആ ദിവ്യ ചരിത്രത്തിന് ജീവൻ നൽകാൻ വേദിയെ പ്രകാശമാനമാക്കിയ നമ്മുടെ കലാകാരന്മാർ. ആദ്യമായി സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും അനശ്വര പ്രതീകങ്ങളായി ദിവ്യ നിർമ്മലയായ മാതാവ് കന്യാമറിയം മിസ് സ്നേഹ ജോർജ്, നീതിമാനായ യോസഫ്, ഡോക്ടർ തോമസ്, ആ പുണ്യരാത്രിയുടെ ആദ്യ സാക്ഷികളായ ഇടയന്മാരെ പോലെ ജീവിതത്തിലും പ്രകൃതിയോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ ഓർഗാനിക് ഫാമിലെ കർഷക ശ്രേഷ്ഠർ ഇടയന്മാർ പ്രൊഫസർ പോൾസൺ ആൻഡ് സേവിയർ, യേശുവിന്റെ ദിവ്യത്വം തിരിച്ചറിഞ്ഞ കിഴക്കിന്റെ 3
ജ്ഞാനികൾ നയൻ, ജോസഫ്, ഏലിയാസ് ആൻഡ് ജോസ് ഇന്ന് തിരുപ്പിറവയുടെ പ്രകാശത്തിൽ ചാക്കോ ഹോമിൽ അഭിനയത്തിന്റെ ഒരു പുതുനക്ഷത്രം ഉദിച്ചിരിക്കുന്നു. സംവിധായകൻ, അഭിനയ ആചാര്യൻ ശ്രീ പോൾ മാത്യു. For the unprecedented support, mentoring and encouragement, let's give a sounding applause to the backbone of our presentation, Sri Punus. ഈ ദൃശ്യ ശ്രവ്യ വിരുന്നിന്റെ പിന്നണിയിൽ സ്ക്രിപ്റ്റ്, വീഡിയോസ്, സൗണ്ട് ആൻഡ് നരേഷൻ PK Wilson. That's me. ഇനി ആ വലിയ സന്തോഷത്തിന്റെ പ്രതീകമായി കാലം മാറിയാലും കോലം മാറിയാലും മാറാത്ത സ്നേഹവുമായി കുട്ടികളുടെയും മുതിർന്നവരുടെയും എക്കാലത്തെയും പ്രിയപ്പെട്ട the one and only Santa Claus.